ബാലുശ്ശേരി പാറക്കടവത്ത് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടായി. 60ഓളം വാഴകൾ ഒറ്റ രാത്രി കൊണ്ട് പന്നികൾ നശിപ്പിച്ചു കളഞ്ഞു. ആ ദൃശ്യം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. വെച്ചത് അതിൽ ഏകദേശം ഒരു 65ഓളം വാഴ ഇപ്പോൾ 2 തവണയായി ഈ വലിയ പന്നി ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അധികൃതരോട് ആവശ്യപ്പെടുന്നത്. പരിഹാരം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണം. അല്ലാത്ത നിലയ്ക്ക് ഇപ്പോൾ ഞങ്ങളുടെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു വേലി കെട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ വേലി കെട്ടിയതുകൊണ്ട് ഈ വലിയ പന്നി വരുന്നത്, കാട്ടുപന്നി വരുന്നത് തടയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. ബാലുശ്ശേരി പഞ്ചായത്തിലെ തുരുത്യാട് പാറക്കടവത്ത് എന്ന മേഖലയിലാണ് ഈ വ്യാപക കാട്ടുപന്നികളുടെ ആക്രമണം വലിയ രീതിയിലുള്ള കൃഷിനാശം അടക്കം ഉണ്ടാക്കി വെക്കുന്നത്. നിരവധി കർഷകരൊക്കെയുള്ള മേഖലയാണിത്. ഇവിടെ ഇപ്പോൾ വാഴ അടക്കമുള്ള അവർ കൃഷി ചെയ്തു പോരുന്ന ഇടത്തെല്ലാം തന്നെ കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായി ഉണ്ടാവുകയും വ്യാപക കൃഷിനാശം ഉണ്ടാവുകയുമാണ്. ഇതോടുകൂടി തങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയാണ് കർഷകർ പങ്കുവെക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് PN അശോകന്റെ വാഴത്തോട്ടത്തിലെ 65ഓളം വാഴകളാണ് ഈ കാട്ടുപന്നി നശിപ്പിച്ചത്. ഒന്നും കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. 3 മാസം വളർച്ചയെത്തിയ വാഴകളാണ് നശിപ്പിച്ചത്. ഇന്ന് മാത്രമല്ല, നിരവധി മറ്റ് കൃഷിയിടങ്ങളിലും എത്തി കാട്ടുപന്നി നാശം വിതച്ചിട്ടുണ്ട്. കർഷകരെല്ലാവരും ഇപ്പോൾ വലിയ അമർഷത്തിലാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു നടപടി വനംവകുപ്പ് അടക്കം സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. 2 പ്രതിസന്ധിയാണ്. ഒന്ന്, കാലാവസ്ഥ പലതരത്തിൽ കർഷകരെ ചതിക്കുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും വലിയ രീതിയിലുള്ള അവിടുത്തെ വിളകളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഈ ബാലുശ്ശേരി മേഖലയിലെ കർഷകർ ഉന്നയിക്കുന്നത്. സ്കെയിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.